ഈ കളിമണ്ണിനും സാധാരണ മണ്ണിനും വ്യത്യാസമുണ്ട്. ഈ കളിമണ്ണിൽ ഈ വെള്ളം വീഴുമ്പോൾ ആദ്യം അത് മൃദുവായി തോന്നും. എന്നാൽ കുറച്ച് കഴിഞ്ഞ് ആ മണ്ണ് വളരെ കഠിനമായി മാറും. എന്നാൽ സാധാരണ മണ്ണിൽ വെള്ളം വീണാൽ ഇങ്ങനെയല്ല. ആ വെള്ളം ഉണങ്ങിയ ശേഷം അത് കഠിനമായി മാറാറില്ല. കളിമണ്ണിന് ഇങ്ങനെ സംഭവിക്കാൻ കാരണം ഈ കളിമണ്ണ് വെള്ളത്തെ ആഗിരണം ചെയ്യും. അതുകൊണ്ട് തന്നെ അത് വെള്ളത്തെ ആഴത്തിലേക്ക് കടത്തിവിടില്ല. ആ മണ്ണ് കഠിനമായി മാറുകയും ചെയ്യും. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 10-ാം വാക്യം. അവർ കണ്ണുകൊണ്ട് കാണുകയും ചെവി കൊണ്ട് കേൾക്കുകയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയും അങ്ങനെ മാനസാന്തരപ്പെട്ട് സൗഖ്യം പ്രാപിക്കുകയും ചെയ്യാതിരിക്കേണ്ടതിന് അവരുടെ ഹൃദയങ്ങളെ കഠിനമാക്കുകയും ചെവികളെ മന്ദീഭവിക്കുകയും കണ്ണുകളെ അന്ധമാക്കുകയും ചെയ്യുക. ഈ ഒരു വചനഭാഗം പ്രവാചകനോട് ദൈവം അരുളി ചെയ്തതാണ്. ഇതിൻ്റെ ഒരു സാഹചര്യം എന്താണെന്ന് വെച്ചാൽ, ഉസ്സിയ രാജാവ് മരിച്ച കാലഘട്ടത്തിലാണ് ഇത് സംഭവിക്കുന്നത്. നിരവധി തവണ ദൈവവിളിയെയും ദൈവകൽപ്പനകളെയും പ്രവാചകന്മാരിലൂടെ കൊടുത്ത മുന്നറിയിപ്പുകളെയും അവഗണിച്ച യൂദയാ ജനത്തോട് ദൈവം പ്രവാചകനിലൂടെ അരുളി ചെയ്ത വചനങ്ങളാണ് ഇതാണ് ആ വചനം എഴുതാൻ ഉള്ള ഒരു സാഹചര്യം. ഈ വചനം വായിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും ഒരു സംശയം തോന്നാം. ദൈവം എല്ലാവരും മാനസാന്തരപ്പെടാൻ ആഗ്രഹിക്കുന്നില്ലേ? കാരണം പ്രവാചകനോട് പറയാണ് അവരുടെ ഹൃദയം കഠിനമാക്കിക്കോളാൻ. ദൈവം എല്ലാവരുടെയും മാനസാന്തരം ആഗ്രഹിക്കുന്നില്ലേ? അല്ലെങ്കിൽ കുറച്ചു പേരുടെ മാനസാന്തരം മാത്രമാണോ ദൈവം ആഗ്രഹിക്കുന്നത്? അതിനാണ് ഈ കളിമണ്ണ് ഉദാഹരണമായി പറഞ്ഞത്. പെയ്യുന്ന മഴ അല്ലെങ്കിൽ കളിമണ്ണിൽ വീഴുന്ന ജലം ഒന്ന് തന്നെ. ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ സ്നേഹം അതിന് മാറ്റമില്ല. അതെല്ലാ മനുഷ്യരിലേക്കും ഒരുപോലെയാണ് ഒഴുകുന്നത്. എന്നാൽ അത് സ്വീകരിക്കുന്നതിനനുസരിച്ചിരിക്കും അതിനകത്തു വരുന്ന ഫലങ്ങളും. പലപ്പോഴും ദൈവകൃപയെ ദൈവം ആരുടെയും, വ്യക്തമായി കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നു, ദൈവം ആരുടെയും മാനസാന്തരത്തിനെതിരല്ല. എല്ലാവരും ദൈവ മക്കളാണ്. ദൈവം ആരുടെയും ഹൃദയത്തെ കഠിനമാക്കുന്നുമില്ല. പിന്നെ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നിരന്തരമായ ദൈവവിളിയെ നമ്മൾ അവഗണിക്കുമ്പോൾ, നിരന്തരമായ ദൈവസ്നേഹത്തെ നമ്മൾ അവഗണിക്കുമ്പോൾ, നമ്മളുടെ ഹൃദയം ഓരോ തവണ അവഗണിക്കുമ്പോഴും കഠിനമായിക്കൊണ്ടേയിരിക്കും. ഇതൊരു മുന്നറിയിപ്പ് കൂടിയാണ്. ദൈവരാജ്യം വളരട്ടെ.